ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബുദ്ധിസം ഫീച്ചേഴ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാൻ പോകുന്നത് ബുദ്ധിസവും അതുപോലെ തന്നെ അതിൻ്റെ സവിശേഷതകളും അതിൻ്റെ ആ ഒരു തത്വങ്ങളെ പറ്റിയിട്ടുമാണ് ഇന്നേ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും നിങ്ങളുടെ പറയുന്നത് പോലെ തന്നെ Buddhism was actually founded by Sri Buddha, and it was introduced in the 6th century BC. He was the one who propagated the concept of ahimsa. ഓക്കെ, അപ്പോൾ അഹിംസ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മുമ്പേ പരിചിതമാണ്. കാരണം ഗാന്ധി ചേർത്ത് പിടിച്ചിരുന്ന ഒരു തിയറിയാണ് ഈ അഹിംസാവാദം എന്ന് പറയുന്നത്. അത് ശരിക്കും ആക്ച്വലി ഫൈൻഡ് ചെയ്തത് ശ്രീബുദ്ധയായിരുന്നു. ആൻഡ് ശ്രീബുദ്ധയുടെ ആ ഒരു റിലീജിയസ് ഐഡിയോളജി, അദ്ദേഹം കണ്ടുപിടിച്ച ആ ഒരു റിലീജിയസ് ഐഡിയോളജിയെ നമ്മൾ ബുദ്ധിസം എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 6th century BC. ആൻഡ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് അഹിംസ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ 4 noble truths ആണ്. ആൻഡ് ഹി മെയിൻലി സെഡ് ദാറ്റ് ദ ലൈഫ് ഈസ് ഫുൾ ഓഫ് മിസറീസ്. ഓക്കെ, എന്താണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്? ദുരിതപൂർണ്ണമാണ്. ആൻഡ് ഹ്യൂമൻ ഡിസയേഴ്സ് ആർ ദ കോസസ് ഫോർ ഓൾ സഫറിങ്സ് എന്നാണ് പറയുന്നത്. എന്താണ് ഹ്യൂമൻ ഡിസയേഴ്സ് ആണ് ഈ സഫറിങ്സിന് കാരണമാകുന്നത്. ആൻഡ് ഈ ഹ്യൂമൻ സഫറിങ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ഡിസയേഴ്സ് കാരണം ഉണ്ടാകുന്ന ഈ സഫറിങ് നമുക്ക് നിർവാണ അറ്റൈൻ ചെയ്യുന്നതിലൂടെ നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നിർവാണ എങ്ങനെ അറ്റൈൻ ചെയ്യാം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ത്രൂ 8-fold path. ഓക്കെ, നിർവാണ ക്യാൻ ബി അറ്റൈൻഡ് ത്രൂ the 8-fold path: right view, right action, right speech, right resolve, livelihood, effort, mindfulness, and concentration are the 8-fold path, and these 4 points can be called the 4 noble truths. ഓക്കെ, അപ്പോൾ ഈ 4 നോബിൾ ട്രൂത്ത്സ് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യും? ഒരു സാൽവേഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ആൻഡ് ഹി മെയിൻലി ഗിവ് ഇമ്പോർട്ടൻസ് ടു മോറൽ ലൈഫ്സ് ഓഫ് ദ പീപ്പിൾ. ഓക്കെ, എന്താണ് ധാർമ്മിക മനുഷ്യന്റെ ധാർമ്മിക ജീവിതത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് റാദർ ദാൻ റിച്വലിസ്റ്റിക് പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ യാഗങ്ങളും യജ്ഞങ്ങൾക്കും ഒക്കെ എതിരെ നിന്നുകൊണ്ട് മനുഷ്യന്റെ ധാർമ്മിക ജീവിതത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഒരാളാണ് ബുദ്ധനും ബുദ്ധമതവും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു മതഗ്രന്ഥത്തിനെ പറ്റിയതാണ്. മതഗ്രന്ഥത്തിന്റെ പേരെന്ന് പറയുന്നത് ത്രിപീഠികാസ് എന്നാണ്. ഇറ്റ് ഈസ് എ റിലീജിയസ് ടെക്സ്റ്റ് സ്പീക്കിംഗ് അബൌട്ട് ദ വേരിയസ് ബുദ്ധിസ്റ്റ് ബിലീഫ്സ് റിട്ടൺ ഇൻ പാലി ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ എന്താണ് പാലി ഭാഷയിലാണ് ഈ ത്രിപീഠിക എന്ന് പറയുന്ന ആ ഒരു മതഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ത്രിപീഠിക 3 തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്: വിനയപീഠക, സുക്തപീഠക, അഭിധർമ്മ പീഠക. വിനയപീഠക എന്ന് പറയുന്നത് റെഗുലേറ്റ്സ് ദ മൊണാസ്റ്റിക് ലൈഫ് ആൻഡ് ഡെയിലി അഫയേഴ്സ് ഓഫ് മോൺസ് ആൻഡ് നൺസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വിനയപീഠക എന്ന് പറയുന്നത്? ആ ഒരു സന്യാസികളുടെയും സന്യാസിനികളുടെയും ആ ഒരു സന്യാസ ജീവിതത്തിനെ മോഡറേറ്റ് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ഒരു ദൈനംദിന ജീവിത രീതികളെ പറ്റിയിട്ടൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അതിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് വിനയപീഠക. അതുപോലെ തന്നെ സൂക്തപീഠക എന്ന് പറയുമ്പോൾ കണ്ടെയ്ൻസ് ദ ഡോക്ട്രിൻസ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ബുദ്ധ. ഓക്കെ, അപ്പോൾ എന്താണ് സൂക്തപീഠകത്ത് പ്രധാനമായിട്ട് വരുന്നത്? ബുദ്ധന്റെ പഠനങ്ങളും അതുപോലെ തന്നെ എന്താണ് ബുദ്ധന്റെ ഉപദേശങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് വരുന്ന ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അഭിധർമ്മ പീഠക. ഓക്കെ, അതെന്ത് സമ്മറി ഓഫ് ബുദ്ധ ടീച്ചിങ്സ് ഇൻ സൂക്തപീഠക. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറയുന്നുണ്ടായത് എന്താണ് സൂക്തപീഠകയിൽ പ്രധാനമായിട്ടുമുള്ളത് ഡോക്ട്രിൻസ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ബുദ്ധയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമാഹരിച്ച ആ ഒരു രേഖയാണ് ഈ അഭിധർമ്മ പീഠകയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ത്രിപീഠിക 3 തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്: വിനയപീഠക, സുക്തപീഠക, അഭിധർമ്മ പീഠക. ത്രിപീഠിക എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റുകളുടെ ഒരു റിലീജിയസ് ടെക്സ്റ്റ് ആണ്. ഓക്കെ, അടുത്തതായിട്ട് ബുദ്ധിസ്റ്റ് കോൺട്രിബ്യൂഷൻ ഫോർ ഡെവലപ്പിംഗ് ദി ഇന്ത്യൻ കൾച്ചർ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ബുദ്ധിസ്റ്റ് കോൺട്രിബ്യൂഷൻസിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ സംഘാസിനെ പറ്റിയിട്ടാണ് ആദ്യം പറയുന്നത്. സംഘാസ് വേർ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വിച്ച് ഹെൽപ്ഡ് ഫോർ പ്രൊമോട്ടിംഗ് ബുദ്ധിസ്റ്റ് ബിലീഫ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് സംഘങ്ങളായിരുന്നു പ്രധാനമായിട്ടും നമ്മളുടെ ഒരു ബുദ്ധമതം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സഹായിച്ചിരുന്നത്. ഓക്കെ, അതെന്താണ്? അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആയിരുന്നു. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആക്ച്വലി മീൻസ് എന്താണ് നമ്മളുടെ ആ ഒരു ഭരണ സംവിധാനം. ഓക്കെ, അതുപോലെ തന്നെ പിന്നീട് പറയുന്നത് സംഘ ഹെൽത്ത് ഫോർ ഗ്രോത്ത് ഓഫ് ഡെമോക്രാറ്റിക് അവയർനെസ് ഇൻ ദ സൊസൈറ്റി. ഓക്കെ, സംഘത്തിന്റെ സഹായത്തോടുകൂടി എന്ത് സംഭവിച്ചു എന്നാൽ ഒരു ജനാധിപത്യ അവബോധം സമൂഹത്തിൽ ഉടനീളം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. കൺട്രീസ് ലൈക്ക് മ്യാൻമാർ, ജപ്പാൻ, ചൈന, ശ്രീലങ്ക എക്സെട്ര ബിക്കേം മെയിൻ സെന്റേഴ്സ് ഓഫ് ബുദ്ധിസം എന്നാണ് പറയുന്നത്. കൺട്രീസ് ലൈക്ക് മ്യാൻമാർ, ജപ്പാൻ, ചൈന, ശ്രീലങ്ക അതർ ദാൻ ഇന്ത്യ ബിക്കേം മെയിൻ സെന്റേഴ്സ് ഓഫ് ബുദ്ധിസം. ഒക്കെ, അപ്പോൾ എന്താണ് ഇന്ത്യയിലല്ലാതെ മറ്റ് രാജ്യങ്ങളിലായിട്ടുള്ള മ്യാൻമാർ, ജപ്പാൻ, ശ്രീലങ്ക, ചൈന എന്ന് പറയുന്ന ഇടങ്ങളിലൊക്കെ ഈ സംഘത്തിന്റെ സഹായത്തോടുകൂടി ബുദ്ധമതം
ഫ്ലറിഷ് ചെയ്തു എന്നാണ് പറയുന്നത്. ബുദ്ധിസം പ്ലേഡ് എ പ്രോമിനന്റ് റോൾ ഇൻ പ്രൊമോട്ടിംഗ് ട്രേഡ് ആൻഡ് കൾച്ചറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അതർ കൺട്രീസ്. ഓക്കെ, അപ്പോൾ എന്താണ്, ബുദ്ധമതത്തിന്റെ സഹായത്തോടു കൂടി ട്രേഡും അതുപോലെ തന്നെ കൾച്ചറൽ റിലേഷൻഷിപ്പും ഫ്ലറിഷ് ചെയ്തു, അത് സ്പ്രെഡ് ചെയ്തു. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ആർട്ട് ആർക്കിടെക്ചറൽ കോൺട്രിബ്യൂഷൻസ് ആണ്. പ്രധാനമായിട്ടും പറയുന്നത് കേവ്സ് ഉണ്ട്, ചൈത്യാസ് ഉണ്ട്, വിഹാരാസ് ഉണ്ട്. ചൈത്യാസ് എന്ന് പറയുമ്പോൾ ടെമ്പിൾസ്, അതുപോലെ തന്നെ വിഹാരാസ് എന്ന് പറയുന്നത് മൊനാസ്ട്രീസ്, അതുപോലെ തന്നെ പില്ലേഴ്സും ഉണ്ട്, സ്തൂപങ്ങളും പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും ഒരു ബുദ്ധിസ്റ്റ് പീരീഡിൽ പണി കഴിപ്പിക്കപ്പെട്ടിട്ടുള്ള കേവ്സ് അല്ലെങ്കിൽ ഗുഹകൾ എന്ന് പറയുന്നത് അജന്ത, എലോറ എക്സെട്ര. അതുപോലെ തന്നെ ടെമ്പിൾസ് അല്ലെങ്കിൽ ചൈത്യാസ് എന്ന് പറയുന്നത് മഹാബോധി ടെമ്പിൾ, ബോധ്ഗയ, അതുപോലെ തന്നെ മഹാപരിനിർവാണ ടെമ്പിൾസ് ആൻഡ് കുശിനഗിരിയിലും കുറെ ടെമ്പിൾസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മൊണാസ്ട്രീസ് അല്ലെങ്കിൽ മഠങ്ങൾ അല്ലെങ്കിൽ വിഹാരാസിനെ പറ്റി പറയുമ്പോൾ തവാങ് മൊണാസ്ട്രി, ടാബോ മൊണാസ്ട്രി എക്സെട്ര എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്തൂപങ്ങൾ അല്ലെങ്കിൽ പില്ലേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഓക്കെ, ബുദ്ധമതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പില്ലേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ സാഞ്ചി സ്തൂപവും അതുപോലെ തന്നെ ലുംബിനിയിലും പലതരം സ്തൂപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ടുള്ള ആർട്ട് ആർക്കിടെക്ചറൽ കോൺട്രിബ്യൂഷൻസ് ഏവയെന്ന് ചോദിച്ചാൽ കേവ്സ് ഉണ്ട്, ചൈത്യാസ് ഉണ്ട്, വിഹാരാസ് ഉണ്ട്, പില്ലേഴ്സ് ഉണ്ട്. അടുത്തതായിട്ട് എഡ്യൂക്കേഷണൽ കോൺട്രിബ്യൂഷൻസിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും വിഹാരസ് പ്ലേഡ് എ പ്രോമിനന്റ് റോൾ ഇൻ സ്പ്രെഡിങ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വിഹാരസ് എന്ന് പറയുന്നത് അവരുടെ മൊണാസ്ട്രീസ് ആയിരുന്നു, മഠങ്ങളായിരുന്നു. സന്യാസിനികൾ വളർന്നിരുന്നത് ആ വിഹാരാസിലായിരുന്നു. അവരുടെ റിലീജിയസ് എഡ്യൂക്കേഷൻ നടന്നിരുന്നത് വിഹാരാസിലായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, ഈ വിഹാരാസ് പ്ലേഡ് എ പ്രോമിനന്റ് റോൾ ഇൻ സ്പ്രെഡിങ് എഡ്യൂക്കേഷൻ. യൂണിവേഴ്സിറ്റി ഓഫ് ടാക്സില, നളന്ദ, വിക്രംശില ആർ ദ മെയിൻ സെന്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ്, പ്രധാനമായിട്ടും ആ ബുദ്ധിസ്റ്റ് കാലഘട്ടത്തിൽ പ്രോമിനൻസി നേടിയിരുന്ന എഡ്യൂക്കേഷണൽ സെന്റേഴ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ടാക്സില, നളന്ദ ആൻഡ് വിക്രമശില എന്നിവയാണ്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സെപ്പറേഷൻ ആൻഡ് ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സെക്ഷനിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ബുദ്ധിസം എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തിലെ ഏറ്റവും അവസാന ഘട്ടമാണ് ഈ സെപ്പറേഷൻ ആൻഡ് ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം. ഓക്കെ, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ബുദ്ധ ഇൻ 400 BC there happened the separation. ഓക്കെ, അപ്പോൾ എന്താണ്, ബുദ്ധന്റെ മരണശേഷമാണ് ഈ റിലീജിയസ് ഐഡിയോളജിയിൽ സെപ്പറേഷൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഡിവിഷൻ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ബുദ്ധിസം പിൽക്കാലത്ത് മഹായാന എന്നും ഹീനയാന എന്നും തരംതിരിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ദ മഹായാനാസ് ബിലീവ്ഡ് ഇൻ ദ ഡിവിനിറ്റി ഓഫ് ബുദ്ധ ആൻഡ് സ്റ്റാർട്ടഡ് ഐഡൽ വർഷിപ്പിംഗ്. ഓക്കെ, അപ്പോൾ എന്താണ്, മഹായാനാസ് എന്ന് പറയുന്നത് അവരാണെങ്കിൽ എന്താ, ബുദ്ധനെ ഒരു ദൈവമായി കൺസിഡർ ചെയ്തുകൊണ്ട് അവര് ആരാധിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഹീനയാനാസ് എന്ന് പറയുന്ന ആ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, അവർ ഫോളോഡ് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് സാൽവേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ്, അവര് ബുദ്ധന്റെ ഡോക്ട്രിൻസിനെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് അവർ സാൽവേഷൻ അറ്റൈൻ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് ബുദ്ധിസത്തിനെ പറ്റി പറയുമ്പോൾ ബൈ ദ 12th century ഡ്യൂ ടു ഇസ്ലാമിക് ഇൻവേഷൻ ദ ന്യൂ ഫിലോസഫി ഡിക്ലൈൻഡ്. ഓക്കെ, അപ്പോൾ എന്താണ്, 6ാമത്തെ സെഞ്ചുറിയിൽ ഉടലെടുത്ത നമ്മുടെ ആ ഒരു ബ്രാഹ്മണിക്കൽ സുപ്രമസിക്ക് എതിരായിട്ട് ഉടലെടുത്ത 1-2 ഹെറ്ററോഡോക്സ് സെക്റ്റുകളിൽ ഏറ്റവും പ്രാധാന്യം ലഭിച്ച ബുദ്ധമതം അല്ലെങ്കിൽ 6ാമത്തെ സെഞ്ചുറിയിൽ ഉടലെടുത്ത ബുദ്ധമതം 12ാമത്തെ സെഞ്ചുറിയിൽ ഇസ്ലാമിക് ഇൻവേഷന്റെ കാരണത്താൽ അധപ്പതിക്കുകയാണ് അല്ലെങ്കിൽ ഇല്ലാണ്ടാവുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. So as we conclude, നമ്മളിന്ന് പഠിച്ചത് എന്തൊക്കെയായിരുന്നു വെച്ചാൽ ബുദ്ധമതത്തിനെ പറ്റി പഠിച്ചു. ബുദ്ധമതം വാസ് ആക്ച്വലി ഫൗണ്ടഡ് ബൈ ബുദ്ധ ഇൻ 6th century ആൻഡ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വൺ ഓഫ് ദ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അഹിംസയാണ്. അഹിംസാവാദം, അഹിംസ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്തത് ബുദ്ധയായിരുന്നു. അതുപോലെ തന്നെ 4 noble truths ആൻഡ് 4 noble truthsൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് സാൽവേഷൻ അല്ലെങ്കിൽ അറ്റൈൻമെന്റ് ഓഫ് നിർവാണ. ഓക്കെ, അപ്പോൾ എങ്ങനെ നിർവാണ അറ്റൈൻ ചെയ്യുന്നത് എന്തിലൂടെ എന്ന് ചോദിച്ചാൽ ബൈ ഫോളോയിങ് 8-fold path. ഓക്കെ, അപ്പോൾ 3 പോയിന്റ്സ് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ത്രിപീഡികാസ് ദ റിലീജിയസ് ടെക്സ്റ്റ്, ത്രിപീഡിക 3 തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആർട്ട് ആർക്കിടെക്ചറൽ എഡ്യൂക്കേഷണൽ കോൺട്രിബ്യൂഷൻസിനെ പറ്റിയിട്ടും സംഘാസിനെ പറ്റിയിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവസാനമായിട്ട് നമ്മൾ പഠിച്ചത് അവരുടെ സെപ്പറേഷൻ ആൻഡ് ഡിക്ലൈൻ ഓഫ് ദ റിലീജിയൻ. സോ ദാറ്റ്സ് ഇറ്റ്. Thank you for joining class. See you next time. Bye bye.